ഒരു പുരുഷൻ നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോഴുള്ള ശാരീരിക പ്രതികരണം. ചില ആളുകൾ അവരുടെ വികാരങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ചേക്കാം. മറ്റുള്ളവർ അബോധാവസ്ഥയിലുള്ള ശാരീരിക സൂചനകളിലൂടെ അവരുടെ താൽപ്പര്യം വെളിപ്പെടുത്തുന്നു. ഈ പ്രതികരണങ്ങൾ പലപ്പോഴും അവരുടെ നിയന്ത്രണത്തിനപ്പുറം ബയോളജി, മനഃശാസ്ത്രം എന്നീ യഥാർത്ഥ വികാരത്തിൻ്റെ മിശ്രിതത്തിൽ നിന്നാണ്. ഈ അടയാളങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്താണ് തോന്നിയത് എന്ന് ഡീകോഡ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നു. നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ പ്രദർശിപ്പിച്ചേക്കാവുന്ന ശാരീരിക പ്രതികരണങ്ങൾ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു. അവൻ്റെ ഭാവം കൂടുതൽ ആത്മവിശ്വാസത്തോടെയാകുന്നു. ആകർഷകമായ ആദ്യത്തെ ശാരീരിക ലക്ഷണങ്ങളിൽ ഒന്നാണിത്. ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് അവൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ ചുറ്റിപ്പറ്റിയാണ്. ഇത് നിങ്ങൾ മുറിയിൽ പ്രവേശിച്ച് പെട്ടെന്ന് അവൻ ഞെരുക്കത്തിലിരുന്ന് അവൻ്റെ തോളുകൾ വിശാലമാക്കുകയും അവൻ്റെ വയർ ചെറുതായി ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യുന്നു. ഈ മാറ്റങ്ങൾ പലപ്പോഴും ഉപബോധ മനസ്സോടെയാണ്. തന്നെ കൂടുതൽ ആകർഷകമായി തോന്നിക്കാനൊരു ശ്രമം. നിങ്ങൾക്ക് അയാളെ ഇഷ്ടപ്പെടുന്നതിനു വേണ്ടി ശക്തിയും പേശിയും കാണിക്കാൻ സ്വാഭാവികമായി ശ്രമിക്കുന്നു. അവൻ തൻ്റെ നിലപാട് വർദ്ധിപ്പിക്കുന്നതിന് അവൻ്റെ ശരീരം നേരിട്ട് നിങ്ങളിലേക്ക് ആംഗിൾ ചെയ്തേക്കാം. ഈ പ്രതിഭാസം ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രവാഹമാണ്. ഷർട്ട് അല്ലെങ്കിൽ തലമുടി ശരിയാക്കുന്നു. അവൻ പറയാതെ പറയുന്നു, എന്നെ ശ്രദ്ധിക്കുക. അദ്ദേഹം ഒരു വാക്കുപോലും പറയാതെ തന്നെ അവൻ്റെ താൽപ്പര്യത്തിൻ്റെ ശാരീരിക പ്രഖ്യാപനമാണിത്. നിങ്ങളുടെ ചലനങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. മനുഷ്യരിൽ അവർക്ക് ആകർഷണമായവരുടെ പ്രവർത്തനങ്ങൾ പകർത്താൻ ഒരു സ്വാഭാവിക കഴിവുണ്ട്. ഒരു പുരുഷനിൽ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ ഈ പെരുമാറ്റം കൂടുതൽ വ്യക്തമായിരിക്കുന്നു. നിങ്ങൾ കാലുകൾ ചലിപ്പിക്കുന്നത് പോലെ അവനും ഒരു പാനീയം കുടിച്ചാൽ അപ്പോൾ തന്നെ അവൻ കുടിക്കുന്നതും പോലുള്ള ചലനങ്ങൾ. ഇത് എങ്ങനെ നടക്കുന്നു? മിററിംഗ് എന്നത് ബന്ധം രൂപപ്പെടുത്താനുള്ള ഒരു മാനസിക മാർഗമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം പറയാൻ ശ്രമിക്കുന്നത് പോലെ ഞങ്ങൾ സമന്വയിച്ചിരിക്കുന്നു എന്ന മട്ടിൽ. ഈ പെരുമാറ്റം അദ്ദേഹം നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അവൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും നിങ്ങളുടേതിൻ്റെ നേരിട്ടുള്ള പ്രതിഫലനമാണ്. അടുത്ത തവണ നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുമ്പോൾ ഈ ചെറിയ പരീക്ഷണം പരീക്ഷിക്കുക. നിങ്ങളുടെ ശരീരഭാവം മാറ്റൂ, അല്ലെങ്കിൽ ഒരു ചെറിയ ഇടപെടലായ പ്രവർത്തനം ചെയ്യൂ. ഉദാഹരണത്തിന്, നിങ്ങളുടെ മുടി കാതിനു പിന്നിലേക്ക് തട്ടി നോക്കുക. അവൻ അതിന് സമാനമായ പ്രവർത്തനം നടത്തിയാൽ, ദൂരത്തായാലും സൂക്ഷ്മമായിരുന്നാലും അത് അവൻ നിങ്ങൾക്ക് ആഴത്തിൽ അനുബന്ധമായതായി വ്യക്തമായ ഒരു സൂചനയാണ്. സ്ഥിരീകരണവും അസ്വസ്ഥതയും. ഒരു പുരുഷന് ആരെയെങ്കിലും ഇഷ്ടപ്പെടുമ്പോൾ ഉത്സാഹമായ ഒരു ഊർജം പലപ്പോഴും ഏറ്റെടുക്കുന്നു. അവൻ തൻ്റെ വാച്ച് ടാപ്പ് ചെയ്ത് മേശപ്പുറത്ത് വിരൽ തട്ടുന്നത്, അവൻ്റെ വസ്ത്രങ്ങൾ ക്രമീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ഇരിപ്പിടം മാറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. ഈ ചെറിയ, എന്നിരുന്നാലും അല്പം ശ്രദ്ധേയമാകാത്ത പ്രവർത്തനങ്ങൾ ശരീരത്തിൻ്റെ ഉത്സാഹം, വിഷമം എന്നിവ കൈകാര്യം ചെയ്യാനുള്ള ഒരു മാർഗമാണ്. നിങ്ങളുടെ സ്ഥിരീകരണവും അസ്വസ്ഥതയും തെറ്റായ കാര്യം ചെയ്യുന്നതിനുള്ള ഭയത്തേക്ക് വഴി കാണിക്കുന്നു. അവൻ നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എങ്കിലും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹത്തിന് ഉറപ്പാക്കാൻ കഴിയുന്നില്ല. അതിനാൽ അവൻ്റെ കൈകൾ, ശരീരം എന്നിവ അവൻ്റെ ഉള്ളിലെ സംഘർഷത്തെ വെളിപ്പെടുത്തുന്നു. ചിലപ്പോൾ ഈ ഉത്സാഹം അവനെ അനായാസമായും അല്പം അനിയന്ത്രിതനാക്കും. ഫോൺ വീഴ്ത്തുകയോ വാക്കുകളിൽ പിഴവുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു പാനീയം വീഴ്ത്തുകയോ ചെയ്യാം. നിങ്ങളുടെ സാന്നിധ്യം അവനെ എത്രമാത്രം ബാധിക്കുമെന്നതിൻ്റെ ഒരു തെളിവാണിത്. നിങ്ങൾ അവൻ്റെ ഉള്ളിൽ ഇളക്കിവിടുന്ന വൈകാരിക കുഴപ്പത്തിൻ്റെ ശാരീരിക പ്രകടനം. അവൻ്റെ കണ്ണുകൾ സത്യം പറയുന്നു. കണ്ണുകൾ മനസ്സിൻ്റെ ജനാലകളായാണ് പറയപ്പെടുന്നത്. ആകർഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ശരിയാകും.
ഏറ്റവും നല്ല അടയാളങ്ങളിലൊന്ന് നീണ്ട നേരം കണ്ണ് കോണ്ടാക്ട് ചെയ്യുക. അവൻ നിങ്ങളുമായി കണ്ണുകൾ ലോക്ക് ചെയ്യുന്നു, പതിവിലും ഒരു നിമിഷം കൂടുതൽ നോക്കുന്നു. അവർ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കില്ല. കൂടാതെ നീണ്ടു നിൽക്കുന്ന ഒരു നോട്ടം ഒരു ജൈവശാസ്ത്രപരമായ പ്രതികരണമാണ്. ആരെങ്കിലും നിങ്ങളോട് താൽപ്പര്യമുള്ളപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ശക്തമായ പ്രതികരണമായി അവരുടെ കണ്ണുകൾ കോണുകളിൽ ചലിക്കുന്നതായും അവൻ്റെ നോട്ടം ഊഷ്മളതയും വാത്സല്യവും മയപ്പെടുത്തും. അവൻ്റെ വാക്കുകളേക്കാൾ അവൻ്റെ കണ്ണുകൾ വികാരങ്ങളുടെ ആഴം വെളിപ്പെടുത്തും. ശാരീരിക സമ്പർക്കത്തിനുള്ള ആഗ്രഹം ആകർഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളിൽ ഒന്നാണ് ഫിസിക്കൽ ടച്ച്. ഒരു മനുഷ്യൻ നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ കോണ്ടാക്റ്റ് ആരംഭിക്കുന്നതിന് സൂക്ഷ്മമായ വഴികൾ കണ്ടെത്തും. നിങ്ങളുടെ തോളിൽ കൈവയ്ക്കുക, അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തിലൂടെ നിങ്ങളെ നയിക്കുക. അവർ ആഴത്തിലുള്ള അർത്ഥം കണ്ടെത്തുന്നു. അവർ അതിരുകൾ പരീക്ഷിക്കുകയും നിങ്ങളുടെ പ്രതികരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫിസിക്കൽ കോണ്ടാക്റ്റ് ഓക്സിറ്റോസിൻ, ദി ബോണ്ടിംഗ് ഹോർമോൺ, റിലീസ് ചെയ്യുന്നു. ഇത് അടുപ്പവും കണക്ഷനും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾക്കിടയിൽ നിങ്ങൾ തമ്മിലുള്ള ശാരീരികവും വൈകാരികവുമായ വിടവ് നികത്താൻ ആഗ്രഹിക്കുന്നു. നാണവും വിയർപ്പും ആകർഷണത്തിന് സ്വമേധയ ശാരീരിക പ്രതികരണങ്ങളുടെ ഒരു പരമ്പര പ്രവർത്തനക്ഷമമാക്കാം. പുരുഷൻ തൻ്റെ ഇഷ്ടമുള്ള ആളിൻ്റെ ചുറ്റുമുണ്ടാകുമ്പോൾ അവൻ്റെ ഫൈറ്റ് ഫ്ലൈറ്റ് പ്രതികരണം പ്രവർത്തിപ്പിക്കും. യഥാർത്ഥത്തിൽ യാതൊരു ഭീഷണിയും ഇല്ലെങ്കിലും ഈ പ്രതികരണം ഹൃദയത്തിൻ്റെ വേഗം, രക്തപ്രവാഹം, ശരീര താപനില എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുന്നു. വിയർപ്പുള്ള കൈകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അവൻ തൻ്റെ കൈകൾ ദ്രുതഗതിയിൽ ചുരുട്ടുക, കൈകൾ പാൻറ്റുകളിൽ തുടയ്ക്കുക, അല്ലെങ്കിൽ ഈ പ്രതികരണങ്ങളെക്കുറിച്ച് സ്വയം ബോധമുള്ളതിനാൽ നേരിട്ട് ബന്ധപ്പെടുന്നത് ഒഴിവാക്കുക പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. അവൻ അതിനൊപ്പം അതിനുള്ള ശ്രമം നടത്തുമ്പോഴും ഈ ശരീര സൂചനകൾ അനിവാര്യമായ അനുകൂല ചിഹ്നങ്ങളാണ്. നിങ്ങൾക്ക് അവനിൽ ഒരു ദൃഢമായ സ്വാധീനമുണ്ടെന്ന്. അവൻ സംരക്ഷകനായിരിക്കും. ഒരു പുരുഷൻ നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അവൻ സൂക്ഷ്മമായ സംരക്ഷക പെരുമാറ്റങ്ങൾ കാണിക്കാം. ഇത് സ്ട്രീറ്റിന് അടുത്തുകൂടെ നടക്കുമ്പോൾ കൂടെ വരിക, അല്ലെങ്കിൽ ഏതൊരു അപകടത്തിലും നിന്നെ സംരക്ഷിക്കാൻ സ്വാഭാവികമായി ഇടപെടുക പോലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടാം. ഈ പ്രവർത്തനങ്ങൾ ചെറുതായിരുന്നാലും താൻ വിലമതിക്കുന്ന ആ വ്യക്തിയെ പരിചരിക്കാൻ, സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആഴത്തിലുള്ള ഇച്ഛയിൽ നിന്നുമാണ് ഇത് ഉദ്ഭവിക്കുന്നത്. കൂടാതെ അവൻ കൂടുതൽ ശ്രദ്ധാപൂർവമായിരിക്കും. നിങ്ങൾ അസ്വസ്ഥരാകുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചെറിയ പ്രവർത്തനങ്ങളിൽ സഹായം നൽകാനുള്ള നിർദ്ദേശങ്ങൾ ചെയ്യുക. സംരക്ഷക ചിന്തനകൾ അവൻ്റെ പ്രപഞ്ചത്തിൽ പിന്തുണയും സുരക്ഷയും നൽകാൻ ഇഷ്ടപ്പെടുന്ന രീതിയാണ്. അവൻ്റെ ശബ്ദം മാറുന്നു. ഒരു പുരുഷ ശബ്ദം അവൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ ചുറ്റിപ്പറ്റിയാണ് മാറുന്നത്. മറ്റൊരു ശാരീരിക പ്രതികരണം പുരുഷൻ അവളുടെ സമീപത്ത് വന്നപ്പോഴുള്ള ശബ്ദത്തിലെ മാറ്റമാണ്. പഠനങ്ങൾ പ്രകാരം പുരുഷന്മാർ പൊതുവെ ആകർഷിക്കുന്ന വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം താഴ്ചയുണ്ടാക്കുന്നു എന്നാണ് കാണപ്പെടുന്നത്. ഈ ഗഹനമായ ശബ്ദം അവരെ കൂടുതൽ ആകർഷകമായി കാണിക്കുന്നതിന് ഒരു ശ്രമമാണ്. എങ്കിലും മറിച്ച് അവൻ അധികം ആനിമേറ്റഡായി ചില വാക്കുകൾ പറയാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യം അധികം ചിരിച്ചുകൊണ്ടായിരിക്കുകയോ ചെയ്യാം. അവൻ്റെ ശബ്ദം അവൻ്റെ ശരീരഭാഷ പോലെയുള്ളത് നിങ്ങളുടെ അടുത്തുള്ള അവസരങ്ങളിൽ അവൻ അനുഭവിക്കുന്ന ആവേശവും ഊർജവും പ്രതിഫലിപ്പിക്കുന്നു. ഈ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് സൂചിപ്പിക്കുന്നത്? ഈ ശാരീരിക പ്രതികരണങ്ങൾ എത്രത്തോളം സൂക്ഷ്മമായിട്ടുള്ളവയായാലും അവ മനുഷ്യവികാരങ്ങൾക്കും നിർദ്ദിഷ്ടമായ ആവേശങ്ങൾക്കും അടിത്തറയാണെന്ന് കാണിക്കുന്നു. ശാരീരിക സൂചനകൾ അധികവും അവൻ്റെ യഥാർത്ഥ വികാരങ്ങളെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ ഈ അടയാളങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് അവൻ്റെ വികാരങ്ങളെയും ഉദ്ദേശങ്ങളെയും കുറിച്ച് ആഴത്തിൽ ധാരണ ലഭിക്കും.
അവൻ നിങ്ങളെ കാണുമ്പോൾ അവൻ്റെ കണ്ണുകൾ പ്രകാശിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവൻ്റെ കൈകൾ വിറയ്ക്കുന്നു, അവൻ്റെ ശരീരം നിരന്തരം സ്വന്തമായി ഒരു ഭാഷ സംസാരിക്കുന്നു. അതിനാൽ അടുത്ത തവണ ഒരു മനുഷ്യൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അവൻ്റെ വാക്കുകൾക്കപ്പുറത്തേക്ക് നോക്കുക. അവൻ്റെ ശരീരം പറയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തൻ്റെ പ്രവർത്തനങ്ങൾ താൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ വെളിപ്പെടുമെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം. ആകർഷണത്തിൻ്റെ ശാരീരിക ഭാഷ മനസ്സിലാക്കുന്നത് അതിശയകരമായ തലത്തിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾക്ക് ദ്രുതമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇത് സഹായിക്കും.